അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പേരിൽ ഒരു തട്ടിപ്പ് വീര ജോക്കർ മൂസ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 2-3-4 ദിവസമായെന്ന് തോന്നുന്നു. പിന്നെ പരിഹാസം, അതുപോലെ ചീത്തവിളി, അത് മാത്രമല്ല എൻ്റെ പേഴ്സണലിൽ ഒരുപാട് വോയിസ് വിടുക, പരിഹസിക്കുക. ഇതാരറിയോ? സാധാരണക്കാരായ മനുഷ്യന്മാരൊന്നുമല്ലേ സഹോദരങ്ങളെ. ഇതെല്ലാം ഇഫുള്ള ആഫിദീങ്ങളൊക്കെ ഉണ്ട്. കക്കുഞ്ച ഹഫീസ് ഉസ്താദ്, മനസ്സിലായില്ലേ? ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ട് അവസാനം പറഞ്ഞു കുതിരലി ഒരു മയ്യത്ത് വന്നിട്ട് സഹായിച്ചിട്ട് പോയത്ര. അപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തു, മയ്യത്ത് വരും, എന്തുകൊണ്ട് വന്നുകൂടാ, സഹായിക്കും എന്ന ചർച്ച നടന്നിട്ട് ഇയാൾ എവിടെയുള്ള അറിയോ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മഹല്ലിൽ പിന്നെ മുദരിസായിട്ടുള്ളൊരു മനുഷ്യൻ ഒന്ന്, പിന്നെ മുസമ്മിൽ സക്കാഫി, പിന്നെ സലാം വയനാട് മുസ്ലിയാർ അറിയാലോ, നമ്മളെ ബഹുമാന്യ പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാർ എവിടെ മുഖാമുഖം നടത്തിയാലും അവിടെ കൊളാക്കാൻ പോകുന്ന മനുഷ്യൻ. അതുപോലെ സിൽസില മീഡിയൻ്റെ സക്കാഫിയ മുഹമ്മദ് സക്കാഫി, സിൽസില മീഡിയ മനസ്സിലായില്ലേ? പിന്നെ ഈ സമസ്തക്കാരെ ഇവിടെ മാംഗ്ലൂരിലുള്ള ഒരു വലിയ മീഡിയ ഉണ്ട്, അതിൻ്റെ മുതലാളി സക്കാഫി, മുഹമ്മദ് സക്കാഫി. അതുപോലെ ഒരുപാട് സക്കാഫികൾ, 13ഓളം അഡ്മിന്മാർ മുസ്ലിയാക്കന്മാർ. അപ്പോൾ എൻ്റെ ഒരുത്തൻ്റെ പേര് വെച്ചിട്ട് പരിഹസിച്ചിട്ട് ഒരുപാട് ക്ലിപ്പ്, ചീത്തവിളി. എന്താ സംഭവം അറിയാം? ഏതെങ്കിലും ഒരു സമയത്ത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചെയ്തു വരും. ഏതെങ്കിലും ഒരു ചർച്ച ചെയ്തിട്ട് നിക്കക്കള്ളില്ലാതാകുമ്പോഴാണ് ഇത്തരം പരിപാടിക്ക് വരെ നിൽക്കുന്നത്, മനസ്സിലായി? ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ ഒരുപാട് ആൾക്കാർക്ക് സത്യം മനസ്സിലായി. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം ചിന്തിക്കുക, ആര് എന്ത് ചെയ്താലോ നമ്മളെ ദൗത്യം നമ്മൾ നിറവേറ്റിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് വിഷമമുണ്ട് സുഹൃത്തുക്കൾക്ക്, ഒന്നും വിഷമിക്കണ്ട, ഇൻഷാ അല്ലാഹ് അള്ളാഹു പ്രതിഫലം തരും. രാത്രി 12 മണിൻ്റെ ശേഷം 12 സക്കാഫികൾ എന്നെ ഒരുത്തൻ ആഡ് ചെയ്തിട്ട് ഒരുപാട് ചീത്ത വിളിച്ചു, പരിഹസിച്ചു. എന്നിട്ടും ഞാൻ പിന്മാറിയില്ല. അൽഹംദുലില്ലാ. ഇന്നലെ എത്ര വർഷങ്ങളായി ഇത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ഏകദേശം ഒരു 10 വർഷം, നിരന്തരമായിട്ട് 10-11 വർഷമായിട്ടുണ്ടാവും ഞാൻ ഇടപെടുന്നു ഈ വാട്സപ്പ് രംഗത്ത്. അല്ലാത്ത കാലത്ത് തന്നെ അൽഹംദുലില്ലാ മുസ്ലിയാക്കന്മാരെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പക എന്തറിയോ? ഒരുപാട് ചീത്ത വിളിച്ച പരിഹസിച്ച ആളുകൾ ഇന്ന് മാഷാ അല്ലാഹ് അവർ മാപ്പ് ചോദിക്കലും എല്ലാം ഉണ്ട്. അവർക്ക് ജസ്റ്റ് ഞങ്ങളൊരു ക്ലിപ്പ്, ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരെ ഒരു ക്ലിപ്പോ ഒരു വീഡിയോ ഒരു ക്ലാസ്സോ അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് സത്യം മനസ്സിലാകുന്നുണ്ട്, സാധാരണക്കാർ. പക്ഷേ മുസ്ലിയാക്കന്മാർ അതിനെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. മുസ്ലിയാക്കന്മാർ അന്നം മുട്ടുന്ന കേസ്. ഏറ്റവും വെറുപ്പ് എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ്? വാട്സപ്പ് രംഗത്ത് ഏറ്റവും വെറുപ്പ് എൻ്റെ അടുത്ത്. എന്തുകൊണ്ടാണ് വെറുപ്പ് വരാൻ കാരണം? എന്താ പറയുക? ഞാൻ ശക്തമായിട്ട് ഇവർ ഷിർക്കിനെതിരെ, ഖുറാഫത്തിനെതിരെ പോരാടുന്നുണ്ട്. ഇവരുടെ മങ്കൂസ് മൗലൂദ്, അതുപോലെ കുത്തുബിയത്ത്, റാത്തീബ്, അതുപോലെ മാല മൗലൂദുകൾക്കെതിരെ ശക്തമായിട്ട് ഒരു താരതമ്യ പഠനം നടത്തുന്നുണ്ട്. നോക്കി സഹോദരങ്ങളെ, പരിഹസിച്ചിട്ട് ഒരു ഫോട്ടോ എല്ലാം ഉണ്ട്, നോക്കി ഇതാ നോക്ക്. ഒരു ചായ കൊടുക്കുന്ന ഒരു സീന്, പിന്നെ നമ്മളെ സൽമാൻ മൗലവി ബാഗ് പിടിച്ചിട്ട് കൊണ്ടുവന്നു. ഇതെന്താ ഒരു സംഭവം അറിയോ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും പറഞ്ഞു, എന്താ അറിയോ, ശക്തമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ വെല്ലുവിളിച്ചു, സംവാദത്തിനുണ്ടോ. അങ്ങനെ സുഹരി മുസ്ലിയാർ, ആ മുസ്ലിയാർ ഈ ഗ്രൂപ്പിലില്ല കേട്ടോ, സുഹരി മുസ്ലിയാർ വെല്ലുവിളിച്ചപ്പോൾ ഏറ്റെടുത്തിട്ട് സുഹരി മുസ്ലിയാർ ഞങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് മുങ്ങിയപ്പോൾ സൽമാൻ മൗലവി എന്ത് ചെയ്തു? വീട്ടിൽ പോയി, അവരെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. വീട്ടിലേക്ക് വരുമെന്ന് വിളിച്ചിട്ട് ആളില്ല, വീട് പൂട്ടിയിട്ട് പോയി. അന്നേരം ആ നാട്ടുകാരെന്നെ അവർക്ക് എന്ത് പറഞ്ഞു? എതിരായി. നാട്ടുകാർ പിന്നെ യഥാർത്ഥ സമസ്തക്കാർ, ഈ വിഭാഗത്തിൽപ്പെട്ട ആൾ കൂടുതലുള്ള. അപ്പോൾ 2 വിഭാഗമുണ്ട്, അവർ തമ്മിലിപ്പാടി പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങളെല്ലാം കാരണമാണ് ഈ സക്കാഫി മുസ്ലിയാക്കന്മാർ മൊത്തത്തിൽ. അപ്പോൾ കണ്ട, ഞാൻ ഒരു ക്ലിപ്പ് പോലും ഞാൻ ഓപ്പൺ ചെയ്യാറില്ല. നോക്ക്, ഇതൊക്കെ ചീത്തവിളിൻ്റെ ക്ലിപ്പാണ്. ഇതൊക്കെ എന്താ സംഭവം അറിയോ? ഇവർക്ക് ഞാനെന്നും പറയാറുള്ളത്, സഹോദരങ്ങൾ, നാട്ടിൽ ഒരാൾ ഒരു തൗഹീദിൻ്റെ ആളുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, 5-10 ആൾക്കാരെ അവിടെ കയറ്റുക, എന്നിട്ട് അവരോട് ഒരു ചർച്ച നടത്തുക. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാട്ടിൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, നമ്മളെ കഴിവൊന്നുമല്ല അത്, ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങൾ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 10, പിന്നെ ഒരു 100 ആൾ 200 ആൾ അങ്ങനെ ആവും. പിന്നെ ആൾക്കാർക്ക് സത്യം മനസ്സിലാവും. ചീത്തവിളി, ഉപ്പാക്കും ഉമ്മാക്കും ചീത്തവിളി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതുവരെ എന്നറിയാലോ? എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അവർ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു, ഞാൻ ഫാത്തിഹ വിളിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ 40 കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ. അതൊന്നും പ്രശ്നമല്ല.
എല്ലാം സഹിക്കാം ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലേ. പക്ഷേ ഈ മുസ്ലിയാക്കന്മാർക്ക് എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഒരു ബുദ്ധി കൊടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അള്ളാഹു ഇവർക്ക് നല്ലൊരു ബുദ്ധി കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതാ കണ്ട, ഒരൊറ്റ ക്ലിപ്പ് പോലും സഹോദരങ്ങളെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. ഇതെല്ലാം ചീത്തവിളിയുടെ ക്ലിപ്പാണ്. കണ്ട, എത്ര ദിവസമായി? ഇപ്പം 3 ദിവസമായി തോന്നുന്നു. അത് മാത്രമല്ല സഹോദരങ്ങൾ, അറഫാ ദിനത്തിൽ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമല്ലേ, എന്നിട്ട് അവിടെ പിന്നെ ഇന്നലത്തെ ഖുതുബ, അറഫായിൽ നടന്ന ഖുതുബ ലൈവ് എല്ലാവരും ശ്രദ്ധിച്ചു. മാഷാ അല്ലാഹ്, നല്ലൊരു ഖുതുബയായിരുന്നു. അപ്പോൾ അതിന് അൺലൈക്ക് കൊടുത്ത മുസ്ലിയാക്കന്മാർ എന്തൊരവസ്ഥ നോക്ക് പ്രിയ സഹോദരങ്ങളെ, എടുത്തു നോക്ക്. ഇന്നലത്തെ ലൈവ് ഖുതുബ ഞങ്ങൾ കേട്ടപ്പോൾ അതിന് അൺലൈക്ക് കൊടുക്കുന്ന സുന്നികൾ, അസ്തഗ്ഫിറുല്ലാഹ്, എന്തൊരവസ്ഥ. ഇത്തരം ആളുകളെ വളർത്തിയെടുത്തത് ഈ മുസ്ലിയാക്കന്മാരല്ലേ. ഇതൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം, മനസ്സിലായി? ഇതാണ് സഹോദരങ്ങൾ. എന്നിട്ട് നിങ്ങൾ എന്ത് വേണോ അറിയോ, ഇതിനെ നിങ്ങൾ തിരിച്ചറിയണം. കണ്ട ഒരൊറ്റ ഇതുപോലും ഞാൻ എന്ത് ചെയ്തില്ല, ഓപ്പൺ ചെയ്തില്ല. കണ്ട, ഒന്നല്ല, ഇത് ആയിരക്കണക്കിലുണ്ട്, ആയിരക്കണക്കിൽ. കണ്ട ഇതൊക്കെ പരിഹാസം, ചീത്തവിളി അല്ല. അപ്പോൾ എന്താ സംഭവം അറിയാം, ഞാൻ ശക്തമായിട്ട് ഇടപെടുന്നു. ഇവർ താരതമ്യ പഠനം നടത്തുമ്പോൾക്ക് എൻ്റെ ഉദ്ദേശം എന്താ അറിയോ, വളച്ചു കെട്ടില്ല. അത് ശരിക്കും സാധാരണക്കാരായ ആളുകൾക്ക് സത്യം മനസ്സിലാവണം. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ചീത്ത വിളിച്ച ആൾക്കാരൊക്കെ ഞങ്ങളെ പേഴ്സണൽ വന്നിട്ട് മാപ്പ് ചോദിക്കുമല്ലോ. അതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഒരു നേട്ടമല്ല, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഞങ്ങൾ ഇടപെടുന്നുണ്ട്. നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അതിന് ഇവർക്ക് സഹിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവർ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പരിഹസിച്ചോളൂ. അള്ളാഹു തന്ന ഈ സംസാരം ഉണ്ടല്ലോ, അത് നിർത്തുന്നത് വരെ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഞങ്ങളും അതുപോലെ പണ്ഡിതന്മാരും ഇൻഷാ അള്ളാഹ് എത്ര നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, എത്ര സ്റ്റേജ് കയ്യേറിയിട്ടുണ്ട്. ഇസ്ലാം എവിടെയൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി. ഇത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എന്താ? ഇപ്പോൾ ഇന്നും ഇന്നലെയോ അല്ലല്ലോ, കുറേ വർഷങ്ങളായി. എന്താ, ഞാൻ ശക്തമായിട്ട് നിങ്ങളെ മാല മൗലൂദിനെ എതിർക്കുന്നുണ്ട്, നിങ്ങളെ കുത്തുബിയത്തും നിങ്ങളെ തട്ടിപ്പു സലാത്തുനകറും. നോക്ക്, നിങ്ങൾ ദുനിയാവിൽ തന്നെ നിന്ദരായിട്ടുണ്ട്. അള്ളാഹു തന്ന ശിക്ഷ ഇത്. അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും. അള്ളാഹു പറഞ്ഞില്ലേ, ദുനിയാവിലും പരലോകത്തിലും നിന്ദത ഉണ്ടെന്ന്. അവർക്ക് ആരാത്? ഇത് നിന്ദത. നോക്കി, ഏറ്റവും നിങ്ങൾ അറിയപ്പെടുന്ന ഒരു തങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് സ്വന്തം കുടുംബം പോലും പബ്ലിക്കിൽ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നു. എന്തുകൊണ്ടിത് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷയാണ്. അള്ളാഹു കാക്കട്ടെ. ഏതായാലും നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്തിട്ട് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. എനിക്കൊരു വിദ്വേഷം മുസ്ലിയാക്കന്മാരടുത്തും ഇല്ല. 100 കണക്കിൽ മുസ്ലിയാക്കന്മാർ ബേജാറായിട്ട് പോയതേ ഉള്ളൂ. എന്തുകൊണ്ട് തോക്ക വരുന്നില്ല? തോക്ക എൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പരിഹസിച്ചിട്ട് യൂട്യൂബിൽ പറയുന്നുണ്ടല്ലോ ഞാൻ വെല്ലുവിളിച്ചു. എന്തുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ല? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? ഏറ്റെടുക്ക്. എന്ത് നിങ്ങൾക്ക് ധൈര്യമില്ല? അതിന് തൻ്റെ ഇടം വേണം. മനസ്സിലായി? കൃത്രിമ ക്ലിപ്പുണ്ടാക്കലല്ല, അതിന് ഒരു തൻ്റെ ഇടം വേണം. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ പെട്ടത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ അല്ലെങ്കിലും നിങ്ങളൊരു വിശ്വാസം കണ്ട, അതിന് സമ്മതിച്ചു കൊടുക്കുന്ന കുറേ അനുയായികൾ മയ്യത്ത് വന്നിട്ട് സഹായിച്ചിട്ട് പോയി. അത്ര അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ ചോദ്യം ചോദിച്ചു, അതാണ് ഏറ്റവും വലിയ ചൂട് ഇവർക്ക്. അല്ല മുസ്ലിയാരെ, മയ്യത്ത് വന്നിട്ട് സഹായിച്ചിട്ട് പോയെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ജീവനോടെ. ഞാൻ പറഞ്ഞു, ഒരു ഇതെല്ലാം കഴിഞ്ഞ ഒരു സ്ത്രീ രണ്ടാമതൊരു കല്യാണം കഴിച്ച ഒരു ഭർത്താവിൻ്റെ കൂടൊപ്പം ഒരു 12 മണി രാത്രിക്ക് വരുന്നതെന്ന് സങ്കല്പിക്കുക. ഒരു SSFകാരൻ്റെ മയ്യത്ത്. ആ മയ്യത്തിന് വന്നാൽ എന്താണ് അതിൻ്റെ വിധി എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ഭർത്താവിനെ ഏറ്റെടുക്കണോ അല്ല ആദ്യ ഭർത്താവിനെയാണോ ഏറ്റെടുക്കേണ്ടത്? അതിന് എൻ്റെ അടുത്ത് ചൂടായി. അതിന് എന്തെങ്കിലും ഫിഖിൽ മസ്അല ഉണ്ടോ മുസ്ലിയാക്കന്മാരെന്ന് ഞാൻ ചോദിച്ചു. അല്ല, 2 ഭർത്താക്കന്മാരും ഒന്നിച്ചിട്ട് ജീവിക്കണോ? ഇതിന് ഫിഖിൽ ഒരുപാട് നിങ്ങൾക്ക് മസ്അല ഉണ്ടല്ലോ, ഇതിനെന്തുകൊണ്ട് മസ്അല ഇല്ല? അപ്പം ആൾ ചൂടായി. പിന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഹദീസ് വെച്ചിട്ട് അവർ പിന്നെ മരിച്ച മയ്യത്തിനോട് സഹായം തേടാൻ തെളിവ് ഇത് മതിയെന്ന് അവസാനം കണ്ടുപിടിച്ച് ഒരു പിടുത്ത മുസ്ലിയാർ. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ, അല്ല അത് ബോഡിയോടാണോ അല്ല ആത്മാവിനോടാണോ? ആദ്യം പറഞ്ഞ മുസ്ലിയാർ ബോഡിയോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബോഡി ജീർണിക്കുമല്ലേ മുസ്ലിയാരെ, 10-40 ദിവസം ഉണ്ടാവും കൂടി വന്നാൽ. അപ്പോൾ ജീർണിച്ചാൽ എന്ത് ചെയ്യും? പിന്നെ രണ്ടാമത്തെ ക്ലിപ്പ് മുസ്ലിയാർ ഇതെന്തരും, അതങ്ങനൊന്നുമല്ല, അത് ആത്മാവിനോട് തന്നെ, ആത്മാവിനോട്. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു, ഏതാത്മാവ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ അച്ചായന്മാർ ഇങ്ങനെയല്ലേ പറയൽ, ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഏത്? അത് എല്ലാം പെട്ടു എന്ന് പറഞ്ഞു മുസ്ലിയാർ. എങ്ങനെ എല്ലാം പെടും?
അല്ല നബി പെട്ടു, ബാക്കിയുള്ളവരെല്ലാം പെട്ടു. ഇപ്പം നിങ്ങൾ ഊറും പേര് അറിയാത്ത കുറേ ഔലിയ ദർഗകളുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം പെടുമോ? അവരെ മഹാത്മാക്കൾ എന്ന് നിങ്ങൾക്ക് എവിടുന്ന് തെളിവ് കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോൾ മുസ്ലിയാക്കന്മാർ ചീത്ത വിളി. പക്ഷേ ഇത്തരം ചോദ്യത്തിന് മറുപടി ഇല്ലാത്ത സമയത്താണ് ഇവർ ഇത്തരം പരിപാടികൾ എടുക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഇവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അവരവരുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ 10 ആളുണ്ടെങ്കിൽ 10 പേര്. ഇൻഷാ അള്ളാഹ് ഞങ്ങൾ അനുഭവിച്ചതാ. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് വളർത്തിയെടുക്കാൻ കഴിഞ്ഞതുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. ഈ മുസ്ലിയാക്കന്മാർ ഉറക്കം കെടുത്തിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല. ഈ ഉള്ളവനുള്ള അനുഭവം, എന്നെ ചീത്ത വിളിച്ച പരിഹസിച്ച ഒരുപാട്, എൻ്റെ എത്ര ഫോണ് ദിവസം അറിയോ, എൻ്റെ കാല് കൊത്തും കൈ കൊത്തും, നീ എവിടെ ഉള്ളത്, എൻ്റെ അക്കണക്കിലുണ്ടല്ലോ, എൻ്റെ ചെറുപ്പം മുതലുണ്ടല്ലോ, എത്ര വർഷമായി അങ്ങനെ കാല് കൊത്തിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കാല് വേണ്ടി എനിക്ക്. അതിനൊന്നും ഒരു പുല്ല് വില കൽപ്പിക്കുക. കൊത്തുന്നുണ്ടെങ്കിൽ കൊത്തിക്കോട്ടെ സഹോദരങ്ങൾ. ഒരു ദിവസം മരണം ഉറപ്പല്ലേ, നമുക്കെന്താ പേടി? അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തടഞ്ഞതിനെ ഒരു ശക്തിക്കും തരാൻ പറ്റില്ല എന്നുള്ള വിശ്വാസികളല്ല. അതുകൊണ്ട് ആരും, പിന്നെ ഒരു ബേജാറുണ്ട് സാധാരണക്കാരായ ആളുകൾ, നമ്മളെ പരിഹസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ മോശമല്ലേ, നമ്മളെ കുടുംബക്കാർ കേൾക്കൂ, മറ്റവർ കേൾക്കൂ, നമ്മളെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ. നമ്മളെന്ത് വലിയ പണ്ഡിതന്മാരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇവർ. അതുകൊണ്ട് ഒന്നും നിങ്ങൾ ബേജാറാവണ്ട പ്രിയ സഹോദരങ്ങളെ. മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മുസ്ലിയാക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്ക് ഹിദായത്ത് ഇട്ട് കൊടുക്കട്ടെ.